ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും കരുണാമയനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശിവപുരാണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി. പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം നമഃ ശിവായ. ശിവയോഗി മാഹാത്മ്യം. വളരെ കാലങ്ങൾക്ക് മുൻപുള്ള ഒരു കഥയാണ്. ഉന്നത കുലജാതനായി മന്ദൂരൻ എന്ന ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. സമ്പന്നനും കാരുണ്യവാനും സൽഗുണങ്ങളും വേണ്ടുവോളം അയാളിൽ പരിലസിച്ചിരുന്നു. പക്ഷേ അയാൾ വിഷയലോലുപനായിരുന്നു. സുന്ദരികളായ സ്ത്രീകളിൽ അയാൾ ഏറെ തൽപരനായിരുന്നു. അങ്കനമാരുടെ രൂപലാവണ്യ തഴപ്പിലും അവരുടെ കൊഞ്ചലിലും അയാൾ ആകൃഷ്ടനായി തീർന്നു. സുന്ദരികളായ തരുണീമണികളെ ആകർഷിച്ച് രഹസ്യ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാമകേളികളിൽ ഏർപ്പെട്ട് സുഖം അനുഭവിക്കുക എന്നത് അയാളുടെ ജീവിതചര്യയായിരുന്നു. സ്ത്രീകൾക്കു വേണ്ടിയും അവരോടുള്ള പ്രണയം കൊണ്ടും അയാൾ ആവശ്യത്തിലധികം ധനം ചെലവഴിച്ചിരുന്നു. ഇത്തരം ദുർവാസനകളിൽ മനസ്സ് ലയിച്ചു ചേരാൻ തുടങ്ങിയതോടെ ഒരു ബ്രാഹ്മണൻ അനുഷ്ഠിക്കേണ്ടതായ നിത്യകർമ്മങ്ങൾ പോലും കൃത്യമായി നടത്തിയിരുന്നില്ല. വേശ്യാലയ സന്ദർശനം അയാളുടെ ഒരു സ്വഭാവമായി തീർന്നു. ആ നാട്ടിൽ മതാലസകളായ ധാരാളം ഗണികകൾ ഉണ്ടായിരുന്നു. എങ്കിലും അവരിൽ പിംഗല ആയിരുന്നു ധനികരുടെ ആവേശം. മന്ദൂരനും പിംഗലയോടായിരുന്നു ഏറെ പ്രിയം. ദിവസങ്ങളോളം അവളുടെ ഭവനത്തിൽ അയാൾ താമസിക്കുകയും അവിടെ അവളോടൊത്ത് സുഖം അനുഭവിച്ചും വിനോദങ്ങളിൽ ഏർപ്പെട്ടും കഴിഞ്ഞു വന്നു. അക്കാലത്ത് ഋഷഭൻ എന്നു പേരുള്ള ഒരു ശിവഭക്തൻ പിംഗലയുടെ ഭവനത്തിലേക്ക് വന്നു. ശ്രീ പരമേശ്വരനോടുള്ള ഭക്തിപ്രകർഷത്താൽ അയാൾ ഒരു യോഗിയായി മാറിയിരുന്നു. ഋഷഭയോഗിയുടെ ആഗമനത്തോടെ മന്ദൂരനും വേശ്യയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ഭക്തി ആദര പുരസ്സരം സൽക്കരിച്ചിരുത്തി. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകി അവൾ ശിരസിൽ തൂകി. അനന്തരം രുചിയേറിയ ഭക്ഷണം നൽകി അദ്ദേഹത്തെ തൃപ്തനാക്കി. പിന്നീട് താമ്പൂലവും കിടക്കാൻ ശയ്യയും തലയിണയും നൽകി. സൽക്കാരങ്ങളിൽ സംതൃപ്തനായ യോഗി പിംഗലയുടെ മടിയിൽ തലയും ചായ്ച്ച് കിടന്നു. വളരെയധികം വിനയാദരങ്ങളോടെയാണ് പ്രസിദ്ധയായ ഗണിക ശിവയോഗിയെ പരിചരിച്ചത്. അവളുടെ ഹൃദ്യമായ പെരുമാറ്റത്തിൽ സന്തുഷ്ടനായ യോഗി ഒരു രാത്രി അവിടെ കഴിഞ്ഞതിനു ശേഷം അതിരാവിലെ എഴുന്നേറ്റു പോയി. കാമകേളികളിൽ അതീവ തൽപരനായ മന്ദൂരൻ ആ ഗണികാഗൃഹത്തിൽ കുറച്ചുനാൾ താമസിച്ചു. കാലം സമാഗതമായപ്പോൾ അവരിരുവരും പരലോകം പ്രാപിക്കുകയും ചെയ്തു. ദശാർണ രാജാവിൻ്റെ പത്നി സുഭഗയുടെ ഉദരത്തിൽ അയാൾ പിറന്നു. സുന്ദരിയും സുശീലയും സൗഭാഗ്യവതിയുമായിരുന്നു സുഭഗ. അവളുടെ സുഖപ്രദമായ ജീവിതം മറ്റു രാജപത്നികൾക്ക് സഹിച്ചില്ല. അസൂയാലുക്കളായ അവർ അവൾക്ക് വിഷം കൊടുത്തു. പക്ഷേ ഭാഗ്യവശാൽ അവൾ ചരമഗതി പ്രാപിച്ചില്ല. പലവിധ കഷ്ടതകളും അനുഭവിച്ച ശേഷം അവൾ വളരെ പ്രയാസപ്പെട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ ഗർഭകാലത്ത് വിഷം ഉള്ളിൽ ചെന്നതിനാൽ അതിൻ്റെ ശക്തി മൂലം കുട്ടി വളരെ പൊക്കം കുറഞ്ഞവനായി തീർന്നു. മാത്രമല്ല, സുഭഗയുടെയും കുഞ്ഞിൻ്റെയും ശരീരത്തിൽ ചെറിയ ചെറിയ വ്രണങ്ങൾ കാണപ്പെട്ടു. കുട്ടിക്കാണെങ്കിൽ ബാലചാബല്യങ്ങളായ കളിയും ചിരിയും ഒന്നും ഇല്ലാതായി. വൈദ്യശാസ്ത്ര വിശാരദന്മാരായ ധാരാളം പേരെ വരുത്തി വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും രോഗം ഒന്നിനൊന്ന് വർദ്ധിച്ചതല്ലാതെ യാതൊരുവിധ കുറവും ഉണ്ടായില്ല. വളരെയധികം കഷ്ടപ്പാടുകൾക്ക് വിധേയയായ സുന്ദരിയായ ആ രാജ്ഞി ഒടുവിൽ ആഹാരവും കുളിയും നിദ്രയുമൊക്കെ ഉപേക്ഷിച്ച് ദുഃഖിതയായി കഴിഞ്ഞു. തൻ്റെ ധർമ്മപത്നിയുടെ ദുരിതത്തിൽ ഖിന്നനായി തീർന്ന രാജാവ് ചിന്താധീനനായി. തൻ്റെ ഭാര്യയും കുട്ടിയും ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് കഷ്ടം തന്നെ. എന്ത് പാപം ചെയ്തിട്ടാണ് ഇവർ ഇതൊക്കെ അനുഭവിക്കുന്നത്?
കർമ്മഫലം ഏതൊരാളും അനുഭവിച്ചേ മതിയാവൂ. ഇക്കാര്യം ജഗദീശ്വരൻ്റെ അലംഘനീയമായ നിശ്ചയം തന്നെ. എന്തെല്ലാം ചികിത്സകൾ നടത്തി, എത്രമാത്രം പണമാണ് അതിനുവേണ്ടി ചിലവഴിച്ചത്. ഇനി അവസാനമായി ഒന്നേ ചെയ്യുവാനുള്ളൂ, അതുകൂടി പ്രയോഗിച്ചു നോക്കാം. ഇപ്രകാരം ചിന്തിച്ച ഭൂപാലകൻ മറ്റ് പത്നിമാരുടെ നിർദ്ദേശപ്രകാരം ഒരു ദുഷ്കർമ്മം ചെയ്യാൻ തയ്യാറായി. അങ്ങനെ രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന രഥത്തിൽ ഭാര്യയെയും കുഞ്ഞിനെയും കയറ്റിയിരുത്തി. എന്നിട്ട് തേരാളിയെ വിളിച്ച് എന്തോ നിർദ്ദേശം നൽകി. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സാരഥി വളരെ ദൂരെയുള്ള ഇരുണ്ട കാനനത്തിലേക്ക് തേർ തെളിച്ചു. വനമധ്യത്തിൽ ആ മാതാവിനെയും കുഞ്ഞിനെയും ഇറക്കിവിട്ട് സാരഥി തിരിച്ചു പോന്നു. ഘോരവനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട രാജ്ഞിയും മകനും ഭയചകിതരായി. നിരാലംബയായ അവൾ പുത്രനെയും എടുത്തുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഒരു അഭയകേന്ദ്രം തേടി വനത്തിലാകെ അലഞ്ഞു നടന്നു. ക്രൂരമൃഗങ്ങളെ കണ്ടപ്പോഴൊക്കെ ഭയം കൊണ്ടവൾ സ്തംഭിച്ചുപോയി. ഒടുവിലവൾ ജഗൽപിതാവായ ശ്രീ പരമശിവനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഭൂതഗണങ്ങളും വേതാളങ്ങളും വന്ന് അവളെ ഭയപ്പെടുത്തിയപ്പോൾ പാവം ആ നാരീരത്നം കൈലാസേശ്വരൻ്റെ കരുണയ്ക്ക് വേണ്ടി ഓം നമഃ ശിവായ എന്നുറക്കെ ജപിച്ചു. കഠിനമായ വിശപ്പും ദാഹവും അവളെ വല്ലാതെ വിവശയാക്കി. അങ്ങനെ സഞ്ചരിക്കവേ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴി അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവിടെ ധാരാളം ജനങ്ങളും ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതു കണ്ട രാജ്ഞിക്ക് തെല്ല ആശ്വാസം തോന്നി. ആ തെരുവിലൂടെ എവിടേക്കാണെന്ന് അറിയാതെ നടക്കവേ ഒരു വൈശ്യപ്രമാണിയുടെ മനോഹരമായ മന്ദിരം കാണാനിടയായി. പഞ്ചകരൻ എന്ന നാമധേയത്തിൽ പ്രസിദ്ധനായിരുന്ന ഒരു വൈശ്യകുബേരൻ്റെ മന്ദിരമായിരുന്നു അത്. അയാളുടെ ദാസിയെ കണ്ട സുഭഗ തൻ്റെ കഥനകഥ വിവരിച്ചു കേൾപ്പിച്ചു. വൈശ്യപ്രഭുവിൻ്റെ അനുമതി വാങ്ങിയ ശേഷം ദാസി അവളെയും കുഞ്ഞിനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യാത്രാക്ഷീണം കൊണ്ടും വിശന്നു വലഞ്ഞതിനാലും വളരെയധികം ക്ഷീണിതയായി തീർന്ന അവളെ വൈശ്യൻ സാന്ത്വന വാക്കുകളാൽ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവളുടെ ദുരിതത്തിൻ്റെ കാരണമാരാഞ്ഞു. പ്രമാണിയുടെ സ്നേഹാധിക്യത്തോടെയുള്ള വാക്കുകൾ അവളുടെ മനതാരിൽ ഇളം തെന്നലിൻ്റെ സ്പർശമുണ്ടാക്കി. അവൾ തൻ്റെ കഥനകഥ വിവരിച്ചു. അങ്ങയുടെ മഹാമനസ്കതയ്ക്കു മുൻപിൽ ഞാൻ ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കീർത്തി കേട്ട ദശാർണ രാജാവ് വ്രജബാഹുവിൻ്റെ ധർമ്മപത്നിയാണ് ഞാൻ. നിർഭാഗ്യവശാൽ എനിക്കും കുഞ്ഞിനും രോഗം ബാധിച്ചു. ചില ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും ആശ്വാസകരമായ മാറ്റം കണ്ടില്ല. മുൻ ജന്മങ്ങളിൽ അജ്ഞത മൂലം ചെയ്തുപോയ അപരാധങ്ങൾക്കുള്ള ശിക്ഷയായിരിക്കാം ഞാനും എൻ്റെ മകനും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയ സുഖങ്ങൾ വന്നു ചേരുമ്പോൾ സത്യത്തെ വിസ്മരിക്കുന്നവരാണ് മനുഷ്യർ. അതുകൊണ്ടാണ് രാജാവിന് ഞങ്ങളിൽ അപ്രീതി തോന്നി ഈ കാട്ടിൽ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചത്. ഞങ്ങളിപ്പോൾ ആശ്രയഹീനരായി തീർന്നിരിക്കുകയാണ്. ഒരിടത്തും ശരണമില്ലാതെ ഭയാനകമായ ഈ കാനനത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു ഞാൻ. ഒടുവിൽ ജനവാസമുള്ള ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും അങ്ങയുടെ ഭവനത്തിൽ വരുവാൻ ഇടയാകുകയും ചെയ്തിരിക്കുന്നു. അവളുടെ ദയനീയമായ വാക്കുകൾ കേട്ട ദയാനിധിയായ വൈശ്യൻ അവൾക്ക് താമസിക്കാൻ ഒരു നല്ല വീട് നൽകി. അത്യാവശ്യം വേണ്ടതായ ആഹാരങ്ങളും വസ്ത്രങ്ങളും കൊടുത്തു. അതിവിദഗ്ധനായ ഒരു വൈദ്യനെ വരുത്തി അവളെയും കുഞ്ഞിനെയും ചികിത്സിച്ചു. എങ്കിലും ആ കുട്ടി മരിച്ചുപോയി. 1 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ മരണം അവളുടെ മനസ്സിനെ വല്ലാതെ തളർത്തി. തനിക്ക് സ്വന്തമെന്ന് അവകാശപ്പെടുവാൻ ആകെയുണ്ടായിരുന്ന പുത്രനും നഷ്ടമായല്ലോ എന്നോർത്ത് ദയനീയമായി വിലപിച്ചു. അല്ലയോ ശ്രീ പരമേശ്വര, ഇത്രയും ക്രൂരമായ ഒരു വിധി അനുഭവിക്കാൻ മാത്രം ഞാൻ അത്രത്തോളം പാപം ചെയ്തവളാണോ? ജഗദീശ്വര, കാലനു പോലും എന്നെ വേണ്ടതായിരിക്കുന്നു. ഞാനിനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്?
എത്രയും പെട്ടെന്ന് എൻ്റെ ജീവനെ എടുക്കുവാൻ അവിടുത്തേക്ക് ദയയുണ്ടാകണേ. ശംഭോ മഹാദേവ, എന്തിനാണ് അങ്ങ് എന്നെ ഈ വിധം പരീക്ഷിക്കുന്നത്? ആ രാജപത്നിയുടെ വിലാപം കേട്ടുകൊണ്ടിരുന്ന ഒരു യോഗി സത്യധർമ്മങ്ങളുടെ രഹസ്യച്ചെപ്പ് അവൾക്കായി തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഹേ രാജപത്നി, മരിച്ചവരെക്കുറിച്ച് വിലപിക്കുന്നത് ബുദ്ധിയല്ല. ജനിച്ചാൽ ഒരു നാൾ മരിക്കണമെന്നുള്ളത് പ്രപഞ്ചത്തിൽ ജഗദീശ്വരനായ ശ്രീ പരമേശ്വരൻ നടപ്പിലാക്കിയിട്ടുള്ള അലംഘനീയമായ ഒരു അവസ്ഥയാണ് എന്ന കാര്യം നീ അറിയണം. ജലം, വായു, മണ്ണ്, രേജസ്, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് മനുഷ്യ ശരീരം. മനുഷ്യർക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് മായയുടെ ശക്തി കൊണ്ടാണെന്ന സത്യം ഇനിയും നീ ഗ്രഹിച്ചിട്ടില്ല. ഭൗതികമായിട്ടുള്ളതൊക്കെ എൻ്റേത് എന്ന് ഭ്രമിക്കുന്നത് കൊണ്ടാണ് മാനവരുടെ ദുഃഖം ദിനംതോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യബോധത്തിൽ ഊന്നിയ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഒരാൾക്ക് മറ്റൊരാളുമായി വാസ്തവത്തിൽ യാതൊരുവിധ ബന്ധവുമില്ല. പരസ്പരം സ്പർദ്ധയും അസൂയയും വിദ്വേഷവും ഉണ്ടാകുന്നത് ബന്ധമെന്ന മായക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. ബന്ധുക്കൾ, മാതാവ്, പിതാവ്, മകൾ, ഭർത്താവ് എന്നെല്ലാമുള്ള ചിന്ത തെറ്റിദ്ധാരണ മൂലമുണ്ടാകുന്നതാണ്. മായയുടെ വികൃതികൾ മൂലമുള്ള വെറും തോന്നലുകളാണവ. ഇവയെല്ലാം തന്നെ ഈശ്വരൻ്റെ തീരുമാനങ്ങളാൽ ഉണ്ടാകുന്നതാണെന്നും നീ അറിയണം. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ലീല മൂലം ഉണ്ടായിട്ടുള്ളതാണ്. ഇവയിൽ സത്വഗുണത്തിൻ്റെ പ്രഭാവത്താലാണ് ദേവഗണങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത്. രജോ ഗുണശക്തി കൊണ്ടാണ് മനുഷ്യഗണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തമോ ഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ട് പക്ഷി മൃഗാദികളും മറ്റു ജീവിവർഗങ്ങളും ജന്മമെടുത്തു. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ബാഹ്യനയനങ്ങൾ കൊണ്ട് കാണുന്ന സകലതും നശിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സ്ഥിതിക്ക് നമ്മളും നശിക്കേണ്ടതാണ്. കാലം, ധർമ്മം, ഗുണം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് കൈകളും കാലുകളും മുഖവും ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കർമ്മഫലം അനുഭവിക്കുവാനായിട്ടാണ് നാം ഭൂമിയിൽ വിവിധ ഘട്ടങ്ങളിൽ വന്ന് പിറക്കുന്നത്. അങ്ങനെ ജനന മരണങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിക്കുവാനും ഇടവരുന്നു. ഈ ഭൂമിയിൽ വന്ന് പിറക്കുന്ന മനുഷ്യരിൽ എത്ര തരത്തിലുള്ളവർ ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. ധനവാൻ, ദരിദ്രൻ, പിശുക്കൻ, ധൂർത്തടിക്കുന്നവൻ, രാജാവ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, സുന്ദരൻ, വിരൂപൻ, യാചകൻ, രോഗി എന്നിങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. ഹേ രാജപത്നി, നാം ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നതല്ലെന്ന സത്യം എപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അതിനാൽ മരിച്ചത് നിൻ്റെ മകനാണെന്ന ചിന്തയ്ക്ക് അടിസ്ഥാനമില്ല. വാസ്തവത്തിൽ നിനക്ക് ആരും തന്നെയില്ല. നീ ജന്മം കൈക്കൊണ്ടപ്പോൾ തന്നെ നീ അനുഭവിക്കേണ്ടതൊക്കെ ശിരോലിഖിത രൂപത്തിൽ ഭഗവാൻ ശംഭു വെച്ചിട്ടുണ്ട്. അവ മുഴുവനും അനുഭവിച്ചു തീർത്താലേ നിനക്ക് ഈ സംസാരത്തിൽ നിന്നും മോചനം നേടാൻ കഴിയൂ എന്നതും നീ അറിയേണ്ടതാണ്. നീ അനേകം പ്രാവശ്യം വിവിധ തരത്തിലുള്ള ശരീരങ്ങൾ പലപ്പോഴായി സ്വീകരിച്ചവളാണ്. മുൻ ജന്മങ്ങളിലും നിനക്ക് ബന്ധുക്കളുണ്ടായിരുന്നു. ഈ ലോകഗതി ഇങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. അതിനാൽ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കും പോലെ ദുഃഖങ്ങളെ സഹിക്കുവാനും നിനക്ക് കഴിയണം. സ്പർദ്ധ മൂലം രാജാക്കന്മാർ യുദ്ധത്തിലേർപ്പെടുമ്പോൾ എത്രയെത്ര രാജാക്കന്മാരും വീരയോദ്ധാക്കളും ചരമഗതി പ്രാപിക്കുന്നു. വേദശാസ്ത്രങ്ങളിൽ അതിനിപുണന്മാരായ മഹാത്മാരും മരിക്കുന്നു. യമനിയമാദികളെല്ലാം ശീലിച്ച് മനോനിയന്ത്രണം വരുത്തിയ സൽഗുണസമ്പന്നരായ ശ്രേഷ്ഠ ബ്രാഹ്മണരും മരണത്തിൽ നിന്നും മോചിതരല്ല. അതിനാൽ നിൻ്റേതാണ് മരിച്ച കുട്ടിയെന്ന ധാരണ തെറ്റാണെന്നറിയുക. എല്ലാ ദുഃഖങ്ങളും വെടിഞ്ഞ് പരബ്രഹ്മസ്വരൂപനും സർവവ്യാപിയുമായ ശ്രീ ശങ്കരൻ്റെ പാദകമലങ്ങളെ ശരണം പ്രാപിക്കുകയാണ് ഉത്തമമായിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിനക്കും മംഗളം ഉണ്ടാകും.
ഇപ്രകാരം പ്രപഞ്ച സത്യത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ അനാവരണം ചെയ്ത ശേഷം ശിവയോഗി അല്പനേരം മൗനം ദീക്ഷിച്ചിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങൾ രാജപത്നിയുടെ ചിത്തദർപ്പണത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് അവളുടെ വദനഭാവത്തിലൂടെ കണ്ടറിഞ്ഞ അദ്ദേഹം വീണ്ടും പറഞ്ഞു തുടങ്ങി. ഹേ രാജപത്നി സുഭഗേ, അഹംഭാവം, ക്രോധം, ശത്രുക്കളോടുള്ള കലഹം, അസൂയ, അഭിമാനം, മാത്സര്യം, ധനമോഹം, ചതി ഇവയെല്ലാം തന്നെ മനുഷ്യൻ്റെ ശത്രുക്കളാണ്. ഇവയെ സദാ നേരവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യരിൽ അധികവും. ഇത്തരം ദോഷങ്ങൾ ചുമക്കുന്നവർ ദുർഗന്ധപൂരിതമായ വിഴുപ്പ് ഭാണ്ഡക്കെട്ടുകൾ ചുമക്കുന്നവരാണ്. ജീവിത നാളുകൾക്കിടയിൽ ഒരിക്കലും ഇവർ സുഖം അനുഭവിക്കുന്നില്ല. ഇതിനൊക്കെ ശാശ്വതവും ധാർമ്മികവുമായ ഒരേയൊരു പരിഹാരമേ ഉള്ളൂ. ദിവസത്തിൽ ഒരു നേരമെങ്കിലും കൃത്യമായി ശിവനാമം ജപിക്കുക. കൂടാതെ ദേവാദിദേവനായ ഭഗവാൻ ശംഭുവിൻ്റെ മഹാത്മ്യങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവർക്കായി പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് സജ്ജനങ്ങളുടെ ഉപദേശപ്രകാരം ജീവിതം നീക്കുക. ഇവയെല്ലാം ജീവിത ദുരിതങ്ങളെ നശിപ്പിക്കാനും മനസ്സിൽ പ്രവേശിക്കുന്ന ഭീതിയും വിഭ്രാന്തിയും ആദിയും ആപത്തും തുടങ്ങിയ സകല ദോഷങ്ങളും അകറ്റുവാനും സാധിക്കുന്നതാണ്. ശിവയോഗിയുടെ ആത്മതത്വങ്ങളും ദാർശനികമായ ഉപദേശങ്ങളും ശ്രദ്ധയോടെ കേട്ടിരുന്ന സുഭഗയുടെ മനം ശാന്തമായി. ജീവിതത്തിൻ്റെ അസ്ഥിരതയെക്കുറിച്ചും അവൾ ഗ്രഹിച്ചു. ഹ്രസ്വമായ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട സനാതന സമ്പത്ത് ഭക്തവത്സലനായ ശ്രീ ശങ്കരൻ്റെ വരപ്രസാദമായ ദിവ്യ അനുഗ്രഹമാണെന്ന് ആ രാജപത്നി വ്യക്തമായും അറിഞ്ഞു. അവാച്യമായ ആ അനുഭൂതി അവളുടെ അകതാരിൽ നിറഞ്ഞു. ഭക്തിനിർഭരമായ മനസ്സോടെ സുഭഗ യോഗിയോട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സാത്വികോപദേശം എൻ്റെ മനോക്ഷേത്രത്തിൽ നിറഞ്ഞിരുന്ന ചപല ചിന്തകളെയും മായാപ്രഭാവം മൂലം വന്നു ചേർന്ന ദുഃഖങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ സഹായിച്ചു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ലോകത്ത് കാണുന്നതെല്ലാം നശ്വരങ്ങളായ വസ്തുക്കളാണെന്നും പരബ്രഹ്മ ജ്യോതിസായ ശ്രീ ശങ്കരൻ്റെ പ്രസാദം മാത്രമാണ് ശാശ്വതമായിട്ടുള്ളതെന്നും ഇപ്പോൾ എനിക്ക് വ്യക്തമായി. അതിനാൽ എൻ്റെ ജീവിതത്തിൽ ശേഷിക്കുന്ന കാലമത്രയും ശ്രീ മഹാദേവൻ്റെ പാദപങ്കജങ്ങളെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. രാജപത്നിയുടെ അഭിപ്രായം കേട്ടപ്പോൾ അവൾ പറഞ്ഞതെല്ലാം ഈശ്വരഭക്തിയുടെ ലക്ഷണമാണെന്ന് അദ്ദേഹം വിലയിരുത്തി. എന്നിട്ട് മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ മുഖത്ത് ആ ശിവയോഗി സൂക്ഷിച്ചു നോക്കി. പിന്നെ കുട്ടിയുടെ മുഖത്തും നെഞ്ചിലും ഭസ്മം വിതറി. ആ നേരം കുട്ടി കൈകാലുകൾ മെല്ലെ ചലിപ്പിച്ച് ഇളക്കി. പിന്നെ കണ്ണുകൾ തുറന്നു. അപ്പോഴേക്കും കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന വ്രണങ്ങൾ എല്ലാം തന്നെ കരിഞ്ഞ് ആരോഗ്യവാനായി കാണപ്പെട്ടു. അവൻ തൻ്റെ ചുറ്റുപാടും നിന്നവരെ ഒന്ന് കണ്ണോടിച്ചു. അത് കണ്ടു നിന്നവർ ആശ്ചര്യഭരിതരായി. സന്തുഷ്ടയായ മാതാവ് അവനെ വാരിയെടുത്ത് ആലിംഗനം ചെയ്തു. ഉടൻ തന്നെ ആ ശിവയോഗി രാജപത്നിയുടെ ശരീരത്തിലും ഭസ്മമിട്ടു. അതോടെ സുഭഗയും രോഗവിമുക്തയായി. അത്ഭുതപരതന്ത്രയായ ആ സുന്ദരി ശിവയോഗിയെ ഭക്ത്യാദരപൂർവം സാഷ്ടാംഗം പ്രണമിച്ചു. അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ സുമുഖി, നീ അനേകകാലം സുഖമായി ജീവിക്കുന്നതാണ്. ഇനി മേലിൽ നിനക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ല. ഇനിയുള്ള ജീവിതത്തിൽ എല്ലാവിധ സുഖവും അനുഭവിക്കുവാനുള്ള യോഗം നിനക്കുണ്ടാവും. നിന്റെ ഈ പുത്രൻ രാജാവായി തീരുന്നതാണ്. ഇവൻ ഭദ്രായുസ് എന്ന പേരിൽ വളരെ പ്രസിദ്ധനായി തീരും. നീ ഇന്നു മുതൽ വൈശ്യപ്രമുഖൻ്റെ സംരക്ഷണത്തിൽ കഴിയുക. നിന്റെ മകന് കഴിവും പ്രാപ്തിയും ഉണ്ടാവുന്നതുവരെ നീ ഇവിടെ ജീവിക്കണം. ഇപ്രകാരം പറഞ്ഞ ശേഷം മഹാനായ ആ ശിവയോഗി അവിടെ നിന്നും നടന്നു മറഞ്ഞു. യോഗിവര്യൻ്റെ നിർദ്ദേശാനുസരണം അവൾ മകനോടൊത്ത് വൈശ്യൻ്റെ വീട്ടിൽ താമസിച്ചു. നളൻ്റെ പൗത്രനായിരുന്ന ചന്ദ്രാംഗതൻ്റെയും സീമന്തിനിയുടെയും പുത്രിയായി പിംഗല എന്ന ഗണിക ജന്മമെടുത്തു. ആ സമയത്ത്
ഋഷഭയോഗി രാജമന്ദിരത്തിലെത്തി. ആ കുട്ടിക്ക് ശുശ്രൂഷകളും സംരക്ഷണവും നൽകി ചന്ദ്രാംഗതൻ തൻ്റെ വാത്സല്യനിധിയായ പുത്രിക്ക് കീർത്തിമാലിനി എന്ന് നാമകരണം ചെയ്തു. അവൾ യൗവനയുക്തയായതോടെ അതിസുന്ദരിയായി തീർന്നു. അഭൗമമായ അവളുടെ ആകാരവടിവും നീണ്ടിടതൂർന്ന ചിഗുരഭാരവും വശ്യമാധുര്യം ഓളം തല്ലുന്ന നീണ്ടിടപ്പെട്ട നയനങ്ങളും ഉയർന്നു നീണ്ട നാസികയും കുന്നിക്കുരുവിൻ്റെ മനോഹാരിത സ്ഫുരിക്കുന്ന ദന്തങ്ങളും അരയന്നപ്പിടയുടെ ചേലത്ത നടത്തവും ഏതൊരാളിലും മതിപ്പ് തോന്നിക്കാൻ പര്യാപ്തമായിരുന്നു. സൽഗുണസമ്പന്നയും സുശീലയുമായി അവൾ വളർന്നു വന്നു. അവളുടെ മധുരമായ സംഭാഷണവും വശ്യതയാർന്ന പെരുമാറ്റവും എല്ലാവരിലും ആദരവുണർത്തി. ചന്ദ്രബിംബം പോലെ സുന്ദരമായ ആ താരുണ്യത്തിടമ്പിൻ്റെ വദനപത്മം രാജകുമാരന്മാരുടെ ഹൃദയങ്ങളിൽ പ്രണയപുഷ്പങ്ങൾ വിടർത്താൻ തക്ക വശ്യതയാർന്നതായിരുന്നു. അവളുടെ സുസ്മേരവദനത്തെ ഒരു ദർശന സൗഭാഗ്യമായി യുവാക്കൾ കരുതി. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം, അതായത് ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിലൂടെ കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.